നമസ്കാരം. ഞാൻ ഫസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങള് കേൾക്കാൻ സാധിച്ചില്ല. കാരണം മൊത്തം ഹാങ് ആയി, സ്ട്രക്കായി, സംഭവം അറിയില്ല. എന്തായാലും അവസാന ഭാഗത്തിന്റെ കുറച്ച് ഭാഗങ്ങളോടുകൂടി എനിക്ക് മനസ്സിലായത് മനുഷ്യന്റെ പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടും ഇടപഴകാൻ അവനാവശ്യമായ ഒരു ആത്മീയ തലത്തെ കുറിച്ചാണ് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. അതായത് മനുഷ്യനിലും പ്രകൃതിയിലും സകല ജീവജാലങ്ങളിലും ഉൾക്കൊണ്ടിരിക്കുന്ന അവന്റെ ആത്മീയ തലം എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളോടുള്ള അല്ലെങ്കിൽ മറ്റ് സഹവാസികളോടുള്ള അവന്റെ കരുണയും സ്നേഹവും പകരാനുള്ള ഒരു ശേഷിയെ ആണ് സൂചിപ്പിച്ചത്. അതിന്റെ കൂടെ തന്നെ എനിക്കൊന്ന് തോന്നിയിട്ടുള്ളത്, ഈ മനുഷ്യന് സഹജമായ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മീയത ഉള്ളത് പോലെ തന്നെ അവനെ മുന്നോട്ട് നയിക്കുന്ന വേറൊരു വികാരം കൂടെയാണ് ഒരു ഭയം എന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടായിട്ട് കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവജാലങ്ങൾക്കും അത് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്നേഹത്തിന്റെ ഭാവം ഉണ്ട് എന്ന് സന്തോഷം പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അതുകളുടെ നിലനിൽപ്പിനായിട്ട് പ്രകൃതി നൽകപ്പെട്ട ഒരു ശേഷിയാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഈ ഭയത്തിലൂടെയാണ് മനുഷ്യനടക്കം അവന്റെ സ്വന്തം സത്വത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ മാത്രമല്ല അവനെ സംരക്ഷിക്കുവാനുള്ള ഒരു ശേഷി ആ ഭയത്തിന്റെ ഒരു വശം കൊണ്ട് പ്രകൃതി നമുക്ക് തന്നത്. അത് നല്ലതിനായിരിക്കാം എന്ന് തോന്നുന്നു. അതിലെ ജീവജാലങ്ങൾക്കായാലും അവരുടെ നിലനിൽപ്പും അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് മറ്റു ജീവജാലങ്ങളോടും പ്രകൃതിയുടെ മറ്റ് ഇടപെടലുകളോടും ഉള്ള സംരക്ഷണത്തിനായിട്ട് പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള ഒരു കവചം ആയിട്ട് ആ ഒരു ഭയം. എന്നിപ്പോ നമ്മൾ ഒരു ചുടുവെള്ളത്തിനെയോ അല്ലെങ്കിൽ ഒരു തീയിനോ തൊടാൻ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു പേടി പിന്നീട് ഉണ്ടാവുന്നത്, ആ ഭയം ഉള്ളിൽ ഉണ്ടാവുന്നത് അവനെ സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് ഏറ്റവും മിനിമലായിട്ടുള്ള നമ്മൾ ഒരു റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഭയം തന്നെ ഉള്ളിലേക്ക് അവനിൽ കൊടുത്തിട്ട് അവന്റേതായ ഒരു കംഫർട്ട് സോണ് പ്രകൃതി നൽകിയത് കൊണ്ടുള്ള ഒരു സംരക്ഷണമാണ് ഭയം എന്ന് തോന്നുന്നു. ഇതിലാണ് മനുഷ്യന് മാത്രം നൽകപ്പെട്ടിട്ടുള്ള ഇതിനെ അതിജീവിക്കുവാനുള്ള ഈ ഒരു ശേഷിയെ അല്ലെങ്കിൽ ഈ ഒരു ഭയത്തെ അതിജീവിച്ച് മറ്റു ജീവജാലങ്ങളോട് ഇടപഴകാനുള്ള ഒരു ശേഷി തന്നത് ഈ ഒരു സ്നേഹത്തിന്റെ ഭാവമുള്ള ആത്മീയതയുടെ ബലം നൽകിയിട്ടുള്ള ഒരു ശേഷി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു ഗുണം, മനുഷ്യന് മാത്രം നൽകപ്പെട്ടിട്ടുള്ള ഗുണം. അവനവൻ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിച്ച്, ഈ ഭയത്തിനെ അതിജീവിച്ച് സ്നേഹത്തിന്റെ വശം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സഹജീവികളോടും പെരുമാറാനുള്ള ഒരു ശേഷി തന്നത് ഈ ഒരു അതിജീവനത്തിന് അല്ലെങ്കിൽ അവന്റെ ഒരു ശേഷിയാണ്, അവനെ അതിജീവിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ സ്നേഹത്തിനെ അവൻ സ്വാംശീകരിക്കാനുള്ള അവന്റെ സഹജമായ ശേഷിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കഴിവ്. ഈ കഴിവ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഈ ഗൊറില്ലയുടെ ഒരു സ്റ്റേജിൽ നിന്നും പിന്നീട് നമ്മൾ ഗോത്രങ്ങളിലേക്കും സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ വന്നപ്പോ ഉള്ള ആ ഒരു ശേഷി, അവൻ സ്നേഹിക്കാനും അല്ലെങ്കിൽ ആത്മീയതയിലൂടെ അവൻ മറ്റു ജീവികളോട് കരുണ കാണിക്കുവാനുള്ള ഒരു ശേഷി കൊണ്ടുവന്നത് കൊണ്ടാണ് മനുഷ്യന്റെ ഒരു ഡെവലപ്മെന്റ്, സന്തോഷമായിട്ട് ഉദ്ദേശിച്ച ആ ഒരു ഡെവലപ്മെന്റിന്റെ പോയിന്റിലേക്ക് വന്നാലും അതിൽ അവന് ശേഷി കൊടുത്തത് ഈ അവന്റെ സഹജമായ ഭയത്തിന്റെ ശേഷിയെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് കൊണ്ട്, പ്രകൃതിയുടെ അല്ലെങ്കിൽ അവന്റെ ആത്മീയമായ ഉയർച്ച കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കഴിവാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു സമരസത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യകുലത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു ഭാഗ്യവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യന് മാത്രം ഇങ്ങനെ ശേഷി തന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ എനിക്ക് ഉത്തരം കിട്ടും തോന്നുന്നു. മനുഷ്യന് മാത്രം ഇങ്ങനത്തെ ഒരു ശേഷി കൊടുത്തത് പ്രകൃതി എന്തുകൊണ്ടാണ് ഈ ജീവജാലങ്ങളുടെ ഇടയില്. അപ്പോ എന്തായാലും ഇതാണ് എനിക്ക് മനസ്സിലായ ഇന്നത്തെ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സുഭാഷിതത്തിന്റെ പൊതുവായ രൂപം. ഒരു ചെറിയ ഭാഗം എന്റെ ഭാഗത്ത് ഈ വിട്ടുപോയതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്തായാലും ഈ ക്ലാസ്സിനും അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിനും നന്ദി. ഇതിന് ഞാൻ മറുപടി ചോദ്യോത്തരയുടെ സമയത്ത് തരാം. അത് ആത്മീയതയല്ല, അത് ആധ്യാത്മികത എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അത് രണ്ടാണ്. നമുക്ക് തുടർന്ന് ഈ നിരൂപണങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ വിശദീകരിക്കാം. പിന്നെ സനോജിന്റെ ചോദ്യം അതിനെ അഡ്രസ് ചെയ്യാം. അതിലാദ്യം തന്നെ വരുത്തേണ്ടുന്ന തിരുത്തെന്ന് പറയുന്നത്, പേരിട്ടത് നമ്മളാണെങ്കിലും രണ്ടും രണ്ടാണ്. ആത്മീയതയും ആധ്യാത്മികതയും രണ്ടാണ്.
ആധി എന്ന് പറഞ്ഞാൽ കൺസേൺ എന്നാണ് അർത്ഥം. കൺസേൺ, ആത്മത്തെ കുറിച്ചുള്ള കൺസേൺ ആണ് ആധ്യാത്മിക എന്ന് പറയുന്നത്. നമ്മൾ ഈ സമാധിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആധി ആത്മികം, ആധി ഭൗതികം, ആധി ദൈവികം എന്നല്ല. ഈ ആധി എന്ന് പറയുന്നതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ആധ്യാത്മിക പഠനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ആധ്യാത്മികതയുടെ പട്ടികയിലാണ് വരുന്നത്. ആത്മീയം എന്ന് പറയുന്നത് ആത്മസംബന്ധിയായതാണ്. ഈ ആത്മം എന്ന് പറയുന്നത് ജൈവം എന്ന് ഒന്ന് തിരുത്തി വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തവും. നമ്മളെ ഈ ആത്മത്തിന്റെ പട്ടികയിൽ ആ തൊഴുത്തിക്കൊണ്ട് കെട്ടുന്നതിന്റെ പ്രശ്നമാണ് നമ്മളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പലപ്പോഴും ജൈവികത എന്നുള്ള പദം നമ്മൾ ആവർത്തിച്ചുപയോഗിക്കുന്നത്. അപ്പോ അതില് മറ്റേ പറഞ്ഞ ആ സ്നേഹം എന്നുള്ളതുപോലെ തന്നെ ഭയം എന്നുള്ളതിന്റെ പ്രസക്തി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ സ്നേഹം എന്ന് പറയുന്ന ഒന്ന് എന്തിനാണ് ജീവികൾക്ക് നൽകിയിട്ടുള്ളത്? അനുരൂപപ്പെടാനായിട്ട്, പൊരുത്തമാകാൻ വേണ്ടിയാണ്. പൊരുത്തമാകലിൽ എവിടെ നിൽക്കണം, എത്രത്തോളം അകന്നു നിൽക്കണം എന്നുള്ളതിന്റെ ഭാഷ്യമാണ് ഭയം എന്നുള്ളത്. സ്നേഹവും ഭയവും രണ്ടല്ല, അനുരൂപനത്തിന്റെ രണ്ട് പ്രവർത്തനങ്ങളാണ്. അത് സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് അല്ല ഭയം, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് അല്ല ഭയം. ഈ ലോ ഓഫ് പൊളാരിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്, ഈ രണ്ട് ധ്രുവങ്ങൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല സത്യത്തിൽ. ഈ നമ്മൾ കോർട്ടക്കാർവ് ചെയ്യുന്ന സമയത്ത് റിതസ്പെക്ട്രം പഠിക്കുന്നുണ്ടല്ലോ. റിതസ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് ഊർധ്വദിശയും അധോദിശയും നമ്മൾ പറയാറുണ്ട്. ഒന്ന് ആ വഴിക്ക് പോകുന്നു, നീ വഴിക്ക് പോകുന്നു, രണ്ട് ദിശയാണ് എന്ന രീതിയിൽ വരുന്നു. ശരിക്കും പറഞ്ഞാൽ മുകളിലുള്ളതിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് താഴത്തത് വർക്ക് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ട് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അത് പ്രാണനുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാകുമ്പോൾ പ്രാണൻ ഊർധ്വദിശയിലും അധോദിശയിലും പ്രവർത്തിക്കുന്നത് തമ്മിൽ ബാലൻസ് ചെയ്യലാണ്. അതായത് പ്രകൃതി പുരുഷങ്ങളാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും പുരുഷത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള രണ്ടവസ്ഥകൾ. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന ആ ചേർച്ചയിലാണ് ഗുരുത്വം എന്നുള്ളൊരവസ്ഥ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ അനുരൂപനം എന്ന് പറയുന്ന ഒരവസ്ഥ, തന്റെ പരിസരത്തോട് അനുരൂപനം നടക്കണമെങ്കിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന്, ഞാനിവിടെ ഒരു ജീവി ഇവിടെ അടുത്ത് നിൽക്കുന്നതിൽ നിന്നും അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചില വികാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം, അതായത് കേവല ആവശ്യത്തിനല്ലാതെ, ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അത് ആ അർത്ഥനാബലം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ അർത്ഥനാബലം എന്ന് പറയുന്നതിന്റെ വേറൊരു രൂപമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളതിനോട് ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള, അതുകൊണ്ടാണ് സ്നേഹം എന്നുള്ള പദം തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള ആ ഒരു ഫാക്കൽറ്റി നമ്മിൽ ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മറ്റു ജീവജാലങ്ങളുമായിട്ട് ചേർന്ന് ഇഴുകി നിൽക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു കാര്യവുമില്ലാതെ ചേർന്ന് നിൽക്കാനുള്ള പ്രവണതയാണ് സ്നേഹമെങ്കിൽ, അതിനോട് തട്ടിയാലും മുട്ടിയാലും പ്രശ്നം ഉണ്ടാകുന്നിടത്തുനിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഭയം കൊണ്ടുണ്ടാവുന്നത്. ഈ ഭയം എന്നുള്ളതിനൊരു അതിരുണ്ട്. ഭയം അൺലിമിറ്റഡ് അല്ല. സ്നേഹത്തിന് അതിരുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഭയത്തിനും ഒരു അതിരുണ്ട്. ഭയം കൊണ്ട് ആ വഴിക്കേ പോകില്ല എന്ന് പറയുന്നത് അതിനെ യുക്തിവിചാരം ചെയ്യുന്നവനാണ്, മനുഷ്യനാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ഭയം, ജീവജാലങ്ങളുടെ ഭയം എന്ന് പറയുന്നത് ആ ഒരു ഇപ്പൊ അഗ്നിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം മാറി നിൽക്കും, ചൂട് കിട്ടാത്തടത്തോളം മാറി നിൽക്കും. ചൂട് കിട്ടാത്ത അഗ്നി ഉണ്ടെന്ന് വരെ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഓടിപ്പോവില്ല. അഗ്നിയിൽ നിന്നും ഒരു തുല്യ അകലം ഇട്ട് നിൽക്കും. അതുപോലെ തന്നെയാണ് ഭയം. ഭയം എന്നുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കുന്ന മെക്കാനിസമാണ്, മാറി നിർത്താൻ വേണ്ടി ജൈവമായിട്ടുണ്ടായ മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ല, രണ്ടും ഒന്നിന്റെ തന്നെ രണ്ട് ദിശകളാണ്. ഊർധ്വദിശയും അധോദിശയും എന്നുള്ള, പ്രാണൻ ആ വഴിക്കാണ് ഒഴുകുക. അധോദിശയിലേക്ക് ഒഴുകുമ്പോഴാണ് നമുക്ക് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് താഴെയുള്ള പ്രവർത്തനങ്ങൾ, ഈ കർമ്മപരമായ പ്രവർത്തനങ്ങൾ സംഭവിക്കുക. അകത്ത് ഹീലിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്, അതായത് ഊർധ്വദിശയിലേക്ക് ഒഴുകുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞ ഇടശരവും വലശരവും. വലശരമാണ് ഭയത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്നതിൽ അതിജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതാണെങ്കിൽ ജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ജീവൻ എന്ന് പറയുമ്പോൾ റെസിലിയൻസ്, ആർദ്രത, കരുണ തുടങ്ങിയ കാര്യങ്ങളിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ഇടശരം പ്രവർത്തിക്കുന്നത് അവിടെ, മറ്റത് വലശരം പ്രവർത്തിക്കുന്നത്. ഈ ജീവജാലങ്ങളുടെ അവസ്ഥയിൽ നിന്നും മനുഷ്യന്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇതിനെ മുഴുവൻ വ്യാഖ്യാനിച്ചു. ഇതിനെ മുഴുവൻ വ്യാഖ്യാനിച്ചിട്ട് സ്നേഹത്തിനും വ്യാഖ്യാനം ഉണ്ടാക്കി, അകൽച്ചയ്ക്കും വ്യാഖ്യാനം ഉണ്ടാക്കി.
ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ആത്മം എന്നുള്ള സങ്കല്പം തന്നെ മുമ്പോട്ട് വെച്ചത്. മറ്റുള്ളവയ്ക്ക് ആത്മമുണ്ട്, അകത്തുണ്ട്, ജൈവതയുണ്ട്, അതൊരു പ്രതിഭാസമായിട്ട് അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. കാരണം അവയ്ക്കറിയാം, അവരുടെ അകത്ത് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലീനമൂല്യം എന്നുള്ള രീതിയിൽ, ഇൻഹറന്റ് വാല്യൂ എന്നുള്ള രൂപത്തിൽ അതിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട് എവിടെ നിൽക്കണം എന്നുള്ള കാര്യം, എത്രത്തോളം അകലെ പാലിക്കണം എന്നുള്ള കാര്യം, എത്രത്തോളം ചേർന്ന് പോകണം എന്ന കാര്യം. അപ്പൊ സഹജീവനത്തിന്റെ വ്യാകരണം എന്ന് പറയുന്നത് സാധാരണ ജീവികളിൽ ജൈവതയുടെ ഭാഗമായിട്ട് അത് ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള മനുഷ്യൻ ഈ സാധനത്തിനെല്ലാം വ്യാഖ്യാനം ഉണ്ടാക്കി. അതുകൊണ്ട് ഇത്ര ദൂരം പോകണം, ഇപ്പൊ രോഗാണുക്കൾ, കീടാണുക്കൾ, അവയിൽ നിന്നും ദൂരം പാലിക്കണം എന്ന് നമ്മൾ പറയുന്നു. ഈ രോഗാണുക്കൾ എന്ന് പറയുന്ന സാധനങ്ങൾ അണുക്കളാണെന്നും അത് രോഗം ഉണ്ടാകുന്ന പക്ഷം അത് അവിടെ ജനിക്കുന്നതാണെന്നും മനസ്സിലാക്കാനുള്ള വിവരം അവനില്ലാതെ പോയതിന്റെ പ്രശ്നമാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ഈ പ്രശ്നമില്ല, രോഗാണുവിനെ ഭയമില്ല, അതുകൊണ്ട് അവർ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. മനുഷ്യൻ രോഗാണുവിനെ ഭയക്കുന്നു, അണുവിനെ ഭയക്കുന്നു. അണു ഉണ്ടെങ്കിൽ ഇവൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ മനസ്സിലാക്കുന്നത് എത്ര പേർക്കാണ്? അപ്പോ ആഖ്യാനിക്കുന്ന സമയത്ത് ഈ സാധനം റിയാലിറ്റിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മാറിപ്പോയ മനുഷ്യനെ ഇതിന്റെ പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് ഇതാണ്. ആത്മത്തെ ഊന്നിക്കൊണ്ട്, ആത്മത്തെ കൺസേൺ ആയിക്കൊണ്ടുള്ള ഒരു നിലയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. കാരണം മനുഷ്യന് ഈ ഒരു ന്യൂനതയുണ്ട്. അവൻ വേണ്ടാത്ത രീതിയിൽ ചിന്തിച്ച് യുക്തി കൊണ്ട് വിചാരം ചെയ്തിട്ട് ഇതിനെല്ലാം ഭയന്ന് ദൂരത്തേക്ക് മാറിപ്പോകും. നീ ഭയക്കേണ്ടവനല്ല, അകത്തിരിക്കുന്നത് തന്നെയാണ്, നിന്റെ അകത്തിരിക്കുന്നതാണ് അവിടെയും ഉള്ളത്, അതുമായി അനുരൂപണത്തിലാവുകയാണ് വേണ്ടത് എന്ന് ഉപാഖ്യാനം ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് മനുഷ്യന് വന്നിട്ടുണ്ട്. ആ ഗതികേടിന്റെ ഔട്ട്പുട്ടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ മറ്റ് ജീവജാലങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥ, അത് ഗതികേടല്ലേ? സ്നേഹം ഉണ്ടായി വരേണ്ടതല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഇവൻ യുക്തിവിചാരത്തിൽ ഇവൻ വഴിപാറിപ്പോയി? അതാണ് ഇവന്റെ നിർമ്മിതി. ഇങ്ങനെയാണ് ഇതിന്റെ ഘടന. എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അവിടെ നമുക്ക് ആധ്യാത്മികത വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ആധ്യാത്മികത മനുഷ്യരിൽ മാത്രമുള്ളത്. മൃഗങ്ങൾക്ക് ആധ്യാത്മികത ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ മൃഗങ്ങളിൽ ആത്മീയതയുണ്ട്. പേരിട്ട് വിളിച്ചത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ ആ പേര് പറഞ്ഞു. മൃഗങ്ങൾക്ക് ആ പേര് പോലും അറിയില്ല. ഏതുപോലെ പഴയ ഗോത്ര സംസ്കാരങ്ങൾക്കൊക്കെ ദൈവവുമില്ല, പ്രകൃതിയുമില്ല. അവരുടെ ഭാഷയിൽ പ്രാചീന ഗോത്രങ്ങൾക്കൊന്നും പ്രകൃതി എന്നുള്ള വാക്കില്ല, അവർക്ക് ദൈവം എന്നുള്ള വാക്കില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എന്തുകൊണ്ടാണ്? അവരതാണ്. വേറിട്ടൊരു സാധനത്തല്ലേ പേരിട്ട് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോ വേറിട്ടതല്ലാത്തത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പദമില്ല. ആധുനിക കാലത്ത് നമ്മൾ ആ പദമിടേണ്ടി വരുന്നു. അത് നമ്മുടെ ഒരു മറ്റേ ബലഹീനത പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ്. അതിനെ നമ്മുടെ ഭാഷയിൽ, കോട്ടക്കാരന്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞത് ലോജിക്കൽ കോമ്പൻസേഷൻ എന്നാണ്. യുക്തിപരമായ പരിഹാരം. പരിഹാരം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോജിക്കൽ കോമ്പൻസേഷന് കാര്യം മനസ്സിലായല്ലോ. യുക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള ഫാക്കൽറ്റി പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണോ ശരീരം കൊണ്ട് കുറവുള്ളത്, ജന്മം കൊണ്ട് കുറവുള്ളത്, ഇത് പരിഹരിക്കാൻ യുക്തി വിചാരം ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ആ യുക്തി വിചാരത്തിന്റെ ഔട്ട്പുട്ടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആത്മീയത എന്നുള്ള പദം പോലും അതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആത്മീയതയെ നമ്മൾ ആധ്യാത്മികതയുടെ തൊഴുത്തിൽ എപ്പോഴും കിട്ടുന്നത്. നമ്മളിവിടെ സാമാന്യീകൃത ആത്മീയത എന്ന് പറയുന്നത്, ഈ സാമാന്യീകൃതം എന്നുള്ളതിന്റെ ആ ഒരു ഭാഷ്യം പോലും നമ്മൾ ഇപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മതത്തിന്റെ ഒരു പരിവേഷം ഇല്ലാതെ ഒരു വ്യക്തിയിൽ ലീനമായിട്ടുള്ള മൂല്യങ്ങളെ വെച്ചുകൊണ്ടാണ് അയാളുടെ SQ, സ്പിരിച്വൽ കോഷ്യന്റ് എന്നുള്ളത് അളക്കുന്നത് ലോകമെമ്പാടും. അതൊരു മറ്റേ ഇപ്പൊ കമ്പനികളിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ അളക്കുന്ന പല ടൂളുകളിൽ, ഇപ്പൊ ഈ AI കാലത്തെ കാര്യമല്ല പറഞ്ഞത്. AI കാലത്ത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അവിടെ ഒരു വികാരത്തിന് ഒരു പ്രസക്തി ഇല്ല. ഇതിനു മുമ്പ് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ HRM-ന്റെ കാര്യത്തില് മറ്റേ പരിഗണിച്ചിരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് IQ. ആദ്യകാലത്ത് IQ ആയിരുന്നു. പിന്നീട് മനസ്സിലായി IQ അല്ല അവിടെ പ്രസക്തമായിട്ട്, അത് EQ ആണ്, ഇമോഷണൽ കോഷ്യന്റ് ആണ്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെന്നപ്പോ ഈ കമ്പനികളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് SQ ആണ്, സ്പിരിച്വൽ കോഷ്യന്റ് ആണെന്ന് മനസ്സിലായി. എന്താണ് സ്പിരിച്വൽ കോഷ്യന്റ്? ഒരു വ്യക്തിയിൽ ലീനമായിരിക്കുന്ന മൂല്യങ്ങൾ, ജന്മസിദ്ധമായ അയാളിൽ ലീനമായിരിക്കുന്ന മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ അത് ഉയർത്തി നിൽക്കും. മൂല്യങ്ങൾ എന്ന് വെച്ചാൽ സവിശേഷതകളാണ്. ആ സവിശേഷതകൾ ഉയർത്തി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഈ സവിശേഷത കരുണയുടെ രൂപത്തിൽ, സഹാനുഭൂതിയുടെ രൂപത്തിൽ, ദീനാനുകമ്പയുടെ രൂപത്തിൽ, പരസ്പരമുള്ള പരിഗണനയുടെ രൂപത്തിൽ, സ്നേഹത്തിന്റെ രൂപത്തിലെല്ലാം നിൽക്കും.
ഇതെല്ലാം വരുമ്പോൾ നമ്മളെ സ്നേഹം പഠിപ്പിക്കുമ്പോൾ മറ്റേ എല്ലാ ജീവികളെയും സ്നേഹിക്കണം, എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ എടുക്കണം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക പാഠങ്ങളിൽ തന്നെ ഒരു കഥയുണ്ട്. സ്നേഹം കൂടി ഒരാള് ഒരു സന്യാസി താടിയിൽ എറുമ്പ് കയറിയപ്പോ ആ എറുമ്പിനെ കൊണ്ട് എറുമ്പിക്കൂട്ടിൽ കൊണ്ട് വിടാൻ, കാരണം അയാളുടെ വീട്ടിൽ ചെല്ലണമല്ലോ പാവം എറുമ്പിക്കൂട്ട് കൊണ്ട് താടി വെച്ച് കൊടുത്തൊരു സ്നേഹകഥയുണ്ട്. ഇത് വ്യക്തമാക്കുന്നുണ്ട്, കൃത്യമാക്കുന്നുണ്ട്. വിവേകത്തോടു കൂടി വേണം അത് കൈകാര്യം ചെയ്യാൻ. അപ്പൊ ആ വിവേകം എന്ന് പറയുന്ന ഒരവസ്ഥ ജൈവമായിട്ടുള്ളതാണ് ഭയം. സ്നേഹത്തിന്റെ വിവേകപൂർണമുള്ള പ്രയോഗമാണ് ഭയം. അത് ആ വിവേകം എന്നുള്ളത് ശരീരം നിർണയിക്കുന്ന വിവേകമാണ്. അതുകൊണ്ടാണ് അകലം പാലിക്കാൻ കഴിയുന്നത്. ഇപ്പോ നമ്മള് പാമ്പിനെ പേടിക്കുന്നു. പാമ്പിനെ പേടി എന്നുള്ളത് മനുഷ്യകുലത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാമ്പ് എന്നുള്ള സംഭവത്തെ അവര് ആദരവോടെ കാണുന്നു. കടിച്ചാൽ ചത്തുപോകുമെന്ന് നമുക്ക് ഉറപ്പുള്ള പല പാമ്പുകളെ അവർ ഫ്രീ ആയിട്ട് എടുത്ത് കഴുത്തിലൂടെ കൊണ്ടു നടക്കും. അവരുടെ വീടുകളുടെ ഇടയിലൂടെ എഴഞ്ഞു നടക്കും. അവിടെ അത് അവരുടെ ജൈവതയുടെ ഭാഗമായിട്ട്, ജൈവ മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് അവർ കരുതുന്നതുകൊണ്ട് അത് അത്തരത്തിൽ പോകുന്നു. അതുകൊണ്ട് കടിയില്ല. നമ്മളിത് ഇൻവൈറ്റ് ചെയ്യും, എന്നെ കടിക്കൂ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു ഭയം കൊണ്ട്. അപ്പൊ നമ്മൾ ഭയത്തെ വേറൊരു രൂപത്തിൽ പ്രോസസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയം എന്നുള്ളത് അതിനോട് അകലം പാലിക്കേണ്ടത് എവിടെയാണെന്നുള്ളത് അവർക്കറിയാം. ആ കടി കൊള്ളാത്ത ദൂരത്തിൽ നിന്നാൽ മതി. ഇനി അഥവാ അതിനെ എടുക്കുകയാണെങ്കിൽ പോലും അത് കടിക്കില്ല എന്നറിയുമ്പോൾ അത് ആ പാരസ്പര്യത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. അപ്പോൾ ജൈവലോകത്ത് ഈ ഭയം എന്നുള്ളത് സ്നേഹത്തിന്റെ തന്നെ മറുപക്ഷമാണ്, അനുരൂപനത്തിന്റെ ഒരു വ്യാകരണമാണ്. മനുഷ്യരിലെത്തുമ്പോൾ ഇത് അനുരൂപനമല്ല, അകന്നു പോകാനുള്ള അവസ്ഥയാണ്, നെഗറ്റീവായിട്ടാണ് വരിക. അധോ ദിശയിലുമല്ലാതെ മറ്റൊരു ദിശയിലാണ് പോകുന്നത്. അധോദിശ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അധോഗതി എന്നൊക്കെ പറയില്ലേ. അധോഗതി എന്ന് പറഞ്ഞാൽ ഗതി, പ്രാണന്റെ ഗതി അധോ ദിശയിലേക്ക് തിരിയുന്നു എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന അധോഗതി എന്ന് പറഞ്ഞാൽ നശിച്ച് നാരായണക്കല്ലെടുത്തു പോയി എന്നുള്ള രീതിയിലാണ്. അതല്ല അധോ എന്ന് പറയുന്നത്. അധോമണ്ഡലം എന്ന് പറയുന്നത് പ്രാണൻ മറ്റൊരു ദിശയിൽ തിരിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീയിലെ അധോ ഭാവമുണ്ട്. സ്ത്രീയിലെ അധോഭാവത്തിൽ ഒരു കുടുംബത്തിലെ അധോ മണ്ഡലമാണ് സ്ത്രീ എന്ന് പറയുന്നത്. കാരണം സ്ത്രീയുടെ സ്ത്രൈണഭാവമാണ് ആ കുടുംബ സംവിധാനത്തിന് ചാക്രിക സ്വഭാവം നിലനിർത്തുന്നത്. അത് ആവർത്തിച്ച് കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കുക, വീട് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വീടിനെ നിരന്തരമായി നിലനിർത്തുന്ന സുസ്ഥിരതയുടെ ഭാവമാണ് സ്ത്രീ. ഇത് അവധോഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അതേസമയം ഊർധ്വഭാവത്തിലേക്ക് പോകുന്നു. ഈ കുടുംബത്തിലെ അന്നം വേണം, കാര്യങ്ങളെ സംരക്ഷിക്കണം, മുൻപോട്ട് പോകണം. ആ സമയത്ത് എന്താവും? അത് ഊർധ്വഗതിയിലേക്ക് പോകും. അപ്പൊ ഇത് മറ്റേ എന്താ പറയാ, സാഹചര്യങ്ങൾക്കനുസരിച്ച് അധോഗതിയും ഊർധ്വഗതിയും വ്യത്യസ്ത രൂപത്തിൽ പ്രവർത്തിക്കും. ഇപ്പോ രജോഭാവം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധോഭാവത്തിൽ നിന്നുകൊണ്ട് ഊർധ്വഗതിയിൽ പ്രവർത്തിക്കണം. കാരണം എനിക്ക് വേണമെന്നുള്ള അർത്ഥത്തിൽ വെളിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. ഇവിടെ നിലനിർത്തണം എന്നുള്ള രൂപത്തിൽ വെളിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. അവിടെ രജോഭാവം വർക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മൾ വിശദീകരിച്ചു പോകാൻ ഒരുപാട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഭയം എന്ന് പറയുന്നത്, സനോജ് പറഞ്ഞ ആ ഭയം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മളത് അതവിടെ പറയാനുള്ള ഒരു ഇടം അവിടെ അല്ലെങ്കിൽ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭയം എന്നുള്ളതിനും കൃത്യമായിട്ട് പ്രസക്തിയുണ്ട്. പക്ഷെ ഭയത്തെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയ സാധനമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആത്മീയം എന്ന് പറയുന്നത് ഭയത്തെ അല്ല, ഈ ഭയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അനുരൂപനത്തിന്റെ ആൽഗരിതമാണ്. ആ അനുരൂപനത്തിന്റെ ആൽഗരിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനമായിട്ടുള്ളതാണ് ആത്മം എന്ന് പറയുന്നത്. ആ ആത്മത്തെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചാണ് പോകേണ്ടത്. അല്ലാതെ ആധ്യാത്മിക പാഠങ്ങൾ വേണ്ടെന്നല്ല. മൊത്തം വഴിതെറ്റി നിൽക്കുന്നവനെ പിടിച്ചു നിർത്താൻ ആധ്യാത്മികത വേണം. അത് തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്, അത് വേണം. പക്ഷെ ആധ്യാത്മികതയല്ല ആത്മീയത. നമ്മളിവിടെ ജൈവികതയെക്കുറിച്ച് ആത്മീയതയെക്കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നു. മതത്തിൽ ഊന്നിക്കൊണ്ടല്ല ആത്മീയതയെ കാണേണ്ടത് എന്ന് പറയുന്നു. അത് ആധ്യാത്മികതയുടെ ലോകമാണ്, അതവിടെ ഇരിക്കട്ടെ. ആ പാഠങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ശരി തെറ്റുകൾ വിവേചിച്ചറിഞ്ഞ് നീ തെറ്റുകൾ ചെയ്യരുത്, നന്നായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. പറയട്ടെ. ആ പറച്ചിൽ കൊണ്ടാണ് ലോകം ഒരുവിധമെങ്കിലും മര്യാദയ്ക്ക് പോകുന്നത്. ഓക്കെ, ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സനോജ് പറയൂ. കിട്ടി സന്തോഷം കേട്ടോ. വളരെ 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 വ്യക്തമായിട്ട് കിട്ടി. അപ്പൊ നമുക്ക് തെറ്റി ആണ് നമ്മളെ ബോധ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ മനുഷ്യകുലത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോ
ഇടപിടിച്ചതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായത്. അല്ലെങ്കിൽ ഞാനും അവിടെ തന്നെ നിൽക്കുമായിരുന്നു. സനോജ് ഇപ്പൊ ഇത് കേൾക്കാൻ കാരണമായത് സനോജ് അവിടുന്ന് മാറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സനോജ് ചോദ്യമേ ചോദിക്കില്ല. അല്ല, ഇതൊന്നും ഇങ്ങനത്തെ ചിന്തയൊന്നും വന്നിട്ടില്ല. ആത്മീയതയും ആധ്യാത്മികതയും ഇത് രണ്ടും ഒരേ തൊഴുത്തിലായിരുന്നു ഞാൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വ്യക്തമായിട്ട് ശരിക്കും എനിക്ക് ആ ഒരു വ്യത്യാസം അറിഞ്ഞു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഭയത്തിന്റെയും കൂടെ, ഭയം എന്ന് പറഞ്ഞു ഞാൻ പേടി അങ്ങനത്തെ ഉള്ളതല്ല, നമ്മൾ എത്രത്തോളം അകന്ന് നിൽക്കണം. ഒരു ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ആ തീയോടെ നമ്മൾ എത്രത്തോളം അകന്ന് നിൽക്കണം, അതിന് ദൂരെ പോവില്ല. ആ ഒരു ഇതിന് പ്രകൃതിയാ തന്ന ഒരു കഴിവും അനുഗ്രഹവുമാണ് ഈ ഒരു ചെറിയൊരു ഫിയറിന്റെ ഒരു ഭാഗം എന്നുള്ളതും ഇപ്പൊ വ്യക്തമായിട്ട് ഈ ക്ലാസ്സിൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.